മലയാള സിനിമയിലെ മികച്ച സംവിധായകൻ ആക്ടർ കോംബോ ആണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും. ടൊവിനോയുടെ കരിയറിലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നു ഗോദയും മിന്നൽ മുരളിയും. ഗോദ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ മിന്നൽ മുരളിയിലൂടെ പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടാൻ ടൊവിനോയ്ക്ക് സാധിച്ചു. രണ്ടു ചിത്രങ്ങളും സംവിധാനം ചെയ്തത് ബേസിൽ ജോസഫ് ആയിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ ടൊവിനോ തോമസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ്. ടൊവിനോയുടെ വളർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു തുടങ്ങിയവരാണ്. ഗോദ എന്ന സിനിമയെല്ലാം അവന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായും അവൻ നടനായും ഒരേ സമയമാണ് ഞങ്ങൾ തുടങ്ങിയത്. ഗോദയ്ക്ക് ശേഷം തീവണ്ടി വരുന്നു, 2018 വരുന്നു, തല്ലുമാല വരുന്നു, മിന്നൽ മുരളി വരുന്നു. അങ്ങനെ മലയാളത്തിലെ ഇന്നുള്ളതിൽ വെച്ച് മികച്ച സിനിമകളുള്ള നടൻ കൂടിയാണ് ടൊവിനോ. ഓരോ സിനിമയും നമുക്ക് ടൊവിനോയെ കാണാൻ കഴിയില്ല. അവൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഓരോ സിനിമയ്ക്ക് വേണ്ടിയും അവനെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫേർട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് നന്നായി മനസ്സിലാകും. ഗോദയിൽ അഭിനയിക്കാൻ വരുമ്പോഴുള്ള ടൊവിനോയല്ല മിന്നൽ മുരളിയിൽ അഭിനയിക്കാൻ വരുമ്പോൾ. മിന്നൽ മുരളിയിൽ അഭിനയിച്ച ടൊവിനോയല്ല തല്ലുമാലയിൽ. അങ്ങനെ ഒരു അഭിനയ നേതാവ് എന്ന നിലയിൽ ഓരോ കഥാപാത്രത്തിനും വേണ്ടിയും അവൻ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, ബേസിൽ ജോസഫ് പറഞ്ഞു.